ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു 10 വയസ്സിന്റെ കുത്തു കൊണ്ടിട്ട്? പിന്നെ കുത്തോളം നല്ല രസാ. മാമ എനിക്ക് കുടിക്കാൻ വേണം മേടിച്ചതാ. കുടിക്കാനോ? അതിനൊക്കെ നല്ലേ നമുക്കൊരു ഫലൂഡ മേടിച്ച് കഴിച്ചാലോ, വിത്ത് ഐസ്ക്രീം. അതാകുമ്പോൾ സ്ട്രോബെറിയും നട്ട്സും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓ ഓർത്തിട്ട് തന്നെ വായി വെള്ളം വരുന്നു. ആണോ? എന്നാ വെള്ളം കുടിച്ചോ. വാരി കുടിക്കേ. ആ ചേച്ചിയെ കാണാൻ എന്നെ രസാ. അവന്റെ മൊത്തം നോക്കിയാടാ എമ്മാര് വർത്താനം പറയുന്നേ. മാമ ഇതിനകത്തൊരു മുടി. മുടിയോ? ഇതൊരു ചെറിയ മുടിയല്ലേ, അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ കഴിക്കേ. വേണ്ട മാമ, എനിക്ക് മുടി വീണത് വേണ്ട. എടാ കൊച്ച, നീ ഇപ്പൊ വീട്ടിലാണെങ്കിൽ അമ്മയുടെ മുടി ഇതുപോലെ ഫുഡിനകത്ത് വന്നു കഴിഞ്ഞാൽ കൊച്ചു എന്നാ ചെയ്യും? അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കും. അത്രേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ഒരു അമ്മയായിരിക്കും, അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞിട്ട് കൊച്ച കഴിക്കും കേട്ടോ. മിടുക്കൻ, നീ അത് കഴിക്ക്. ഇതുപോലും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാവോ? ആഹാരമൊന്നും കിട്ടാതെ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ലാത്ത പിള്ളേർ കാണും. അപ്പോൾ ഒരു മുടിയൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കേ, എന്തത് നൂലോ? മുടി ചെറുക്കാൻ കണ്ട. എന്നാ മാമ കഴിക്കാത്തെ? കഴിക്ക്. ഇപ്പൊ കഴിക്കാം, കൊച്ചു കഴിക്ക്. ചെറുക്കം കാണാതെ എങ്ങനെയും ഒന്നും എടുത്ത് കളയണം, അല്ലെങ്കിൽ ഇത് മൊത്തം ഇവൻ എന്നെ കൊണ്ട് തീറ്റിക്കും. ഒരു മുടിയല്ലേ മാമ, കാഞ്ഞിട്ടങ്ങ് കഴിക്ക്. ഇത് ഇവൻ എങ്ങനെ അറിഞ്ഞു? എടുത്ത് കളഞ്ഞേക്കാം. എന്നാൽ ഇനി ഇതെങ്ങനെ തിന്നും? ഒരു നമ്പർ ഇട്ട് നോക്കാം. എന്നാൽ നമുക്ക് വീട്ടിൽ പോടാവും. ഞാൻ ഒരു മുടിയല്ലേ മാമ, കളഞ്ഞിട്ടിരുന്ന് കഴിക്ക്. ചെറുക്കന് കുങ്ഫൂന് വിട്ടത് വെറുതെ ആയില്ല. സബാഷ്.